സേവക് സുദർശൻജിക്ക് ഇപ്പം അങ്ങനൊരു സംശയം തോന്നാനുള്ള കാരണം എന്താണ്? അത് അങ്ങനൊരു സംശയം വരാൻ പാടില്ലാത്തതാണല്ലോ. അല്ല സാഗർജി, ശരിക്കും ഗാന്ധിജി ആരാ? ഗാന്ധിജി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ജി കേൾക്കുമ്പോൾ അറിയില്ലേ നമ്മുടെ ആളാണെന്ന്? പിന്നെന്താണ് ഇത്ര സംശയം? അതല്ല, പക്ഷേ ഈ രാഹുൽജി, സോണിയ, അതൊരു ജി അല്ല, അത് അവർ തറവാട്ട് പേരാണ്. നമ്മൾ ജി നമ്മുടെ പേരിൻ്റെ ഒപ്പം ചേർക്കുന്നതാണ്, അറിയില്ലേ? അടൽജി, വിഡൽജി, നമ്മുടെ പേരുകൾ അങ്ങനെയാണ്. വേറൊരു സംശയമുണ്ട്. പിന്നെ അപ്പൊ ഈ പാർലേജി എന്ന് പറയുന്നത് അപ്പൊ ആര് ഉണ്ടാക്കിയതാ? അത് നമ്മളുടെ ദണ്ഡ് യാത്ര ഇതൊക്കെ പറയുന്നത് നമ്മളെ ദണ്ഡ് അതാണോ? അതെ, സംശയമില്ലല്ലോ. അതൊക്കെ അവടി കണ്ടറിയില്ലേ? ഗാന്ധിജി എന്തുകൊണ്ട് എല്ലാ ചിത്രങ്ങളിലും അവടി ഉപയോഗിച്ചു? അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് കൃത്യമാക്കിയതാണ്. അദ്ദേഹം നമ്മുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തകനായിരുന്നു. എന്തിനാണ് ദണ്ഡിയാത്ര നടത്തിയത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അന്ന് അടി നടന്നിട്ടുണ്ട് അവിടെ. കമ്മികളെ മുഴുവൻ അടിച്ചോടിച്ചു വന്നു. നമ്മൾ ആൾക്കാരോട് അങ്ങനെ ഒന്നും പറഞ്ഞു നടക്കാറില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പിടിച്ചു കൊടുത്തത് നമ്മളാണ്. ഇന്ത്യയിൽ റിപ്പബ്ലിക് കൊടുത്തത് നമ്മളാണ്. ആദ്യത്തെ മന്ത്രിസഭ നമ്മുടെ ആയിരുന്നു. ഇതൊക്കെ ഞാൻ പറയാറില്ല, ഞാനിതൊന്നും പറയാറില്ല. ഇതൊക്കെ വേറെ ആൾക്കാരുടെ പേരിൽ അറിയപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കേരളത്തിലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എല്ലാം നമ്മൾ പറഞ്ഞു നടക്കാറില്ല. ആളുകൾക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ. നമ്മൾ ഇത്രയും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ട് വരെ നോട്ടിൻ്റെ കാര്യം അവർ വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ആളുകൾ വിശ്വസിക്കില്ല. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ശരിക്കും ഗാന്ധിജിയെ ഫോളോ ചെയ്യല്ല, ഗാന്ധിജി അന്ന് നമ്മളെ ഫോളോ ചെയ്യുമായിരുന്നു. അതാണ് അതിൻ്റെ ഒരു രീതി ഉണ്ടായിരുന്നത്. ശരിക്കും ഗാന്ധിജി നമ്മുടെ ഒരു പ്രവർത്തകൻ മാത്രമാണ്. എന്നിട്ട് വരെ ഗാന്ധിജി സ്വാതന്ത്ര്യം മേടിച്ചു തന്നു നമുക്ക്. മനസ്സിലായല്ലോ? നമ്മൾ വിചാരിച്ചാൽ എന്തൊക്കെ വാങ്ങാൻ പറ്റും? അപ്പോൾ നമ്മൾ ഇനി എന്ത് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. ഗാന്ധിജി ശരിക്കും നമ്മുടെ ഒരാൾ അത്രേ വിചാരിക്കാൻ പറ്റുള്ളൂ. ഗാന്ധിജിക്ക് അങ്ങനെ ഒരു മഹത്വം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കാണ് മഹത്വം. നമ്മളാണ് വലിയ ആളുകൾ. നമ്മുടെ പ്രവർത്തകന്മാരായിരുന്നു ഒന്നോ രണ്ടോ ആൾക്കാരാണ് ഈ ഗാന്ധിജി, നെഹ്റു എനിക്ക് സംശയമുണ്ട്, എന്നാലും ഗാന്ധിജി. അപ്പോൾ എന്നെ പോലെയൊക്കെ മുമ്പ് പ്രവർത്തിച്ച ആളാണല്ലേ നീ? തന്നെയാണ് ഗാന്ധിജി. നിനക്ക് തന്നെ നീ എന്നെ വിചാരിക്കുക, ഇത്രേ ഉള്ളൂ. സാഗർജി പറയുമ്പോൾ ഇതെല്ലാം എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ കൂട്ടുകാരെടുത്തേക്ക് പോകുമ്പോൾ അവർക്ക് തല്ലാൻ വരാത് പറയുമ്പോൾ അതങ്ങനെയാടാ. കാലങ്ങളായിട്ട് നമ്മളോട് എല്ലാവരും മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹിഡൻ അജണ്ട എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ എല്ലാവരും മുന്നിലും നമ്മളെ പരിഹസിപ്പിക്കുക, അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ നമ്മൾ നമ്മുടെ സത്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ആത്മനിയന്ത്രണത്തോടെ, ഇനി അഥവാ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി രണ്ടാളെ തല്ലിക്കൊന്നാലും നമ്മൾ ആത്മനിയന്ത്രണത്തോടെ ഇതിലെല്ലാം പ്രതികരിക്കും. സാഗർജി, ഇതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇതിനെതിരെ നമുക്ക് സമരം ചെയ്യണം. ആരും പറഞ്ഞു സാഗർജി പറയുമ്പോൾ ഞാൻ വിശ്വസിക്കാം, പക്ഷെ ജനങ്ങൾ വിശ്വസിക്കണം. ഇതിനെതിരെ സമരം ചെയ്യണം. ഗാന്ധിജിയെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. കാരണം ഗാന്ധിജി നമ്മുടെ പ്രധാന ആളാവേണ്ട ആളാണ്. ഇന്ത്യ നമ്മൾ ശരിക്കും ഭരിക്കേണ്ടതാണ്, എന്നേ ഭരിക്കേണ്ടതാണ്. അപ്പോൾ അന്ന് വരേണ്ട സമയത്ത് ഈ കമ്മികളാണ് ഗാന്ധിജിയെ കൊല്ലിച്ചത്. അത് അറിയാലോ, ആ കഥ അറിയാലോ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഗാന്ധിജിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീണ്ടും നിരാഹാരത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ. ദളിത് സംരക്ഷണം, അതുപോലെ ന്യൂനപക്ഷ സംരക്ഷണം, ഇങ്ങനെയുള്ള കുറേ കാര്യത്തിന് വേണ്ടിയിട്ട് നിരാഹാരം. അതിന് തയ്യാറായിട്ടില്ലേ? നമ്മുടെ നമുക്ക് വേണ്ടി താങ്കളെ പ്രമുഖമാക്കാന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്ത് പ്രശ്നം? അതെ, ഇല്ല, വേറെ ആൾക്കാരെ നോക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ പ്രശ്നങ്ങൾ ഇടയ്ക്കുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീട്ടിൽ പോയിട്ട് വരും. അത് കുഴപ്പമില്ല. നിരാഹാരത്തിന് അത് പ്രശ്നമല്ല.